ഹായ് എവരിവൺ, വെൽക്കം ടു AVS അക്കാദമി. AVS സിവിൽ സർവീസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് നമുക്ക് സ്വാഗതം. നമ്മൾ UPSC പ്രിലിംസിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യങ്ങൾ എല്ലാ സബ്ജക്റ്റിന്റെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡിസ്കഷനിൽ നമ്മൾ എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2019 വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തു. 2014 മുതൽ 2019 വരെയുള്ള എക്കണോമിക്സിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മളിപ്പോൾ 2020 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പാർട്ട് 1 ആണ് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2020 എക്കണോമിക്സിൽ നിന്ന് UPSC പ്രിലിംസിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് AVSന്റെ ക്ലാസ് കൂടുന്നതെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഈ ഡിസ്കഷൻ നടക്കുന്നതിനൊപ്പം തന്നെ പാരലായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിവിൽ സർവീസിന്റെ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്കത് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മെന്റർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 2020 UPSC എക്കണോമിക്സിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടേം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓഫ് എ ഫേം ഇൻ ഇന്ത്യ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോനെ കുറിച്ചാണ് ചോദ്യം. എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് വെച്ചാൽ, ഒരു ഫേമിന് ഒരു ബാങ്ക് പണം കടം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് അതിന്റെ ഇൻട്രസ്റ്റ് കവർ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനൊരു ഫോർമുലയൊക്കെ നമ്മൾ പറയാറുണ്ട്, അതൊന്നും അത്യാവശ്യമുള്ളതല്ല. നമ്മൾ ഈ കോമൺ ലോജിക്കൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ഓർത്തിരുന്നാൽ മതി. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമുല പറയുന്നത്. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതിനോട് എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് അത് കവർ ചെയ്ത് പോകാനായിട്ടുള്ള അറൗണ്ട് ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കവർ ചെയ്ത് പോകാനായിട്ടുള്ള എത്രത്തോളം സാധ്യതയുണ്ട് ഈ റേഷ്യോനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് ടെക്നിക്കലി പറയുന്നത്. പക്ഷെ കോമൺ സെൻസിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അത് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതെല്ലാം ഡെഫിനിഷൻ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ ഒരു അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേമിന് കടം കൊടുത്തു കഴിയുമ്പോൾ ആ ഫേമിന്റെ ഏർണിങ്സ് വെച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, ആ ഫേമിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ICR അഥവാ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലുള്ള ഒരു ഫേമിന് എന്തായിരിക്കും ഉണ്ടാവുക? ആ ഫേമിന് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി അതിനെക്കുറിച്ച് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തേത്, it helps in understanding the present risk of a firm that a bank is going to give a loan to. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഒരു ബാങ്ക് ഫേമിന് ലോൺ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആ ഫേമിന്റെ പ്രസന്റ് റിസ്കിനെ മനസ്സിലാക്കാനായിട്ട് ബാങ്കിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത്? ഈ ICR എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, സഹായിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും. കാരണം എന്താ? ഈ ഏർണിങ്സ്, അതായത് ആ ഫേമിന് ഉണ്ടാവുന്ന ഏർണിങ്സ് കൂടുതലാണെങ്കിൽ ഈ റേഷ്യോ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം കൂടുതൽ റേഷ്യോ ഉണ്ടെങ്കിൽ, ഈ റേഷ്യോയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താ? അവിടെ ആ റിസ്ക് കുറവായിരിക്കും. ഓക്കെ, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻട്രസ്റ്റ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ICR എന്ന് പറയുന്ന റേഷ്യോ ബാങ്കിനെ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. രണ്ടാമത്തേത്, it helps in evaluating the emerging risk of a firm that a bank is going to give a loan to. അത് ഇവിടെ മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ, പക്ഷെ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് എമേർജിംഗ് റിസ്ക് ആണ്. ഓക്കെ, അതായത് ഈ പ്രോഫിറ്റിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ടാവുന്നത്. എമേർജിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന റിസ്കുകൾ. അതായത് ഈ ഫേമിന് അത് ലാഭത്തിലാണോ പോകുന്നത്, അതിന് പ്രോഫിറ്റിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, റവന്യൂവിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയാൽ, ഇപ്പൊ റവന്യൂവിന്റെ റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ എന്താണ്? അതിന് നമ്മൾ എമേർജിംഗ് റിസ്ക് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ റവന്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്രോഫിറ്റിന്റെ റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരു എമേർജിംഗ് റിസ്ക് ആണ്. ഓക്കെ,
പ്രോഫിറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ എന്താ ഭാവിയിൽ ഈ റേഷ്യോ കുറഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എമേർജിംഗ് റിസ്ക് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഈ റേഷ്യോ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എമേർജിംഗ് റിസ്ക്കും പ്രസന്റ് റിസ്ക് മനസ്സിലാക്കാനായിട്ട് ICR നമ്മളെ സഹായിക്കുന്നുണ്ട്. ICR ഒരു ബാങ്കിനെ സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ, the higher a borrowing firm's level of interest coverage ratio, the worse is its ability to serve its debt. ഇത് ശരിയാണോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റൈറ്റ്, എങ്ങനെ തെറ്റാവുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫേമിന്റെ എബിലിറ്റി കൂടും. എന്തിനുള്ള എബിലിറ്റി? ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കവർ ചെയ്യാനായിട്ടുള്ള പേയ്മെന്റ് എബിലിറ്റി കൂടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുന്നതനുസരിച്ച് നമുക്ക് ബാങ്കിന് ഡെപ്റ്റ് തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യത കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് തെറ്റാണെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവാം. ഈ ICR കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ എബിലിറ്റിയും കൂടും. ഓക്കെ, ഈ ഡെപ്റ്റ് തിരിച്ചടക്കാനായിട്ടുള്ള പേയ്മെന്റ് എബിലിറ്റിയും കൂടും. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ തെറ്റായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആൻസർ വരുമ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയായിട്ട് വരുമ്പോൾ ഓപ്ഷൻ എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. സെക്കൻഡ് വൺ, വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. റൈറ്റ്, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാ ടൈമും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനുകൾ സാധാരണ റിപ്പീറ്റ് ചെയ്യാറില്ല എങ്കിൽ പോലും അതേപടി റിപ്പീറ്റ് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആൻസർ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ പേപ്പർ എന്താ? യൂഷ്വലി അതൊരു ലാർജ് ഒരു കോർപ്പറേറ്റ് ഫേം ആയിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. എന്താ അവരുടെ ഉദ്ദേശം? അത് ബാങ്ക് ലോൺ എടുക്കാതെ അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൊമേഴ്ഷ്യൽ പേപ്പർ അവർ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അത് സാധാരണ ഫേംസിന് അത് എടുക്കാനായിട്ട് പറ്റില്ല. അത് ലാർജ് ഫേംസിന് പ്രത്യേക അനുമതിയോടെ മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താ? അത് അൺസെക്യൂർഡ് ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അൺസെക്യൂർഡ് ആണ്. അൺസെക്യൂർഡ് എന്ന് വെച്ചാൽ എന്താ? അത് കൊളാട്രൽ ഒന്നുമില്ല. അതിൽ മണി ഈ കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങിയിട്ട് പകരം പൈസ കൊടുക്കുന്ന ആളുകൾക്ക് കൊളാട്രൽ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ അത് അൺസെക്യൂർഡ് ആണ്. പിന്നെന്താണ്? അത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്, പ്രോമിസറി നോട്ട് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ജസ്റ്റ് ഒരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റിനാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്ഷ്യൽ പേപ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ശരിയാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് is a long-term instrument issued by the Reserve Bank of India to a corporation. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇതും പറഞ്ഞതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആര് ഇഷ്യൂ ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് RBI ഇഷ്യൂ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. RBI ആണെന്നാണോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത്? അല്ല, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനാ? ഇത് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറഞ്ഞത്? നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് എന്തായാലും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മൾ എന്താണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് HNI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ, അങ്ങനെയുള്ള ആളുകൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ, അത് RBI കൊടുക്കുന്നതല്ല. റൈറ്റ്, അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. അതുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ് പ്രധാന വ്യത്യാസമായിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്? നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് നമുക്ക് പ്രീമച്വർ ആയിട്ട് അത് പിൻവലിക്കാൻ സാധിക്കും. അതിന് ഒരു ചെറിയ പെനാൽറ്റി കിട്ടിയാൽ പോലും നമുക്കത് പ്രീമച്വർ ആയിട്ട് പിൻവലിക്കാൻ സാധിക്കും. പക്ഷെ അത് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലോ അത് ഒരിക്കലും പ്രീമച്വറി നമുക്കത് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം എന്താണ്? അത് നമുക്ക് മൊത്തത്തിൽ സെല് ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണിത്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. എന്ന് വെച്ചാൽ സെക്കൻഡറി മാർക്കറ്റിൽ നമുക്കത് സെല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ യൂഷ്വലി FD-യെക്കാളും ലോങ് ടൈമിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് സംശയമില്ലല്ലോ, അത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. തേർഡ് വൺ, കോൾ മണി ഈസ് എ ഷോർട്ട് ടൈം ഫിനാൻസ് യൂസ്ഡ് ഫോർ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ്.
ഇതും 2019 ചോദിച്ചാണ്. കോൾ മണി പ്ലസ് ഒരു ടൈം കൂടെ നമ്മൾ പറഞ്ഞത് കോൾ മണി ആൻഡ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ്, ഇത് രണ്ടും കൂടെയാണ് 2019 ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, കോൾ മണി ഇസ് എ ഷോർട്ട് ടൈം ഫിനാൻസ് യൂസ്ഡ് ഫോർ ഇന്റർബാങ്ക് ട്രാൻസാക്ഷൻസ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കോൾ മണി അല്ലെങ്കിൽ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് ഒക്കെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, അത് ചിലപ്പോൾ ഓവർനൈറ്റിൽ നമുക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് വരും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, RBI സമീപിക്കാതെ ബാങ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോൾ മണി എന്ന് പറയുന്നത്, ഓവർനൈറ്റ് ലെൻഡിങ്. ഓക്കെ, അത് അവർക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തന്നെ ആയതുകൊണ്ട് അവർക്ക് റിപ്പോ റേറ്റിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ ഓവർനൈറ്റിലല്ല. ഇപ്പം അതായത് കോൾ മണിയുടെ പീരീഡ് എന്ന് പറയുന്നത് 1 ഡേ ആണ്. മണി അറ്റ് ഷോർട്ട് നോട്ടീസ് ആണെങ്കിൽ അത് 14 ദിവസം വരെ ആവുന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഇതിനപ്പുറത്തേക്കാണ് ലോങ് ടൈമിലാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവര് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിൽ കടം കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അവിടെയാണ് RBI ഇന്റർവ്യൂ ചെയ്യുന്നത്. റിപ്പോ റേറ്റിൽ അല്ലെങ്കിൽ LF, MSF അങ്ങനെയുള്ള റേറ്റുകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഷോർട്ട് ടൈമിലേക്ക് മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യും, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടം സ്വീകരിക്കാനായിട്ട് വരും. അതിനെയാണ് നമ്മളിവിടെ കോൾ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്റർബാങ്ക് ട്രാൻസാക്ഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. റൈറ്റ്, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർത്ത് വൺ, സീറോ കൂപ്പൺ ബോൺസ് ആർ ദ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഷോർട്ട് ടൈം ബോൺസ് ഇഷ്യൂഡ് ബൈ ദ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു കോർപ്പറേഷൻസ്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാൽ പോലും ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കൂപ്പൺ അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്താ, മസാല ബോണ്ടിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിരുന്നു 2019. അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് അഥവാ കൂപ്പൺ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ മീനിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം. ഇനി സപ്പോസ് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് ഇത്രയും നോളജ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് ഇത് ഇൻ കേസ് ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ 1, 3, 4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം. ഓക്കെ, കാരണം 1ഉം 3ഉം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 4 ശരിയാണെങ്കിൽ 1, 3, 4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നോക്കാം ഫോർത്ത് വൺ എങ്ങനെയാണ് തെറ്റാവുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് തന്നെയാണ് ഏകദേശം ഒരു മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പൊ സീറോ കൂപ്പൺ ബോൺസ് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല, സീറോ ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി ആ ഒരു വയറിൽ തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. റൈറ്റ്, ഇനി അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റ് സീറോ ആണെങ്കിൽ ഇങ്ങനെയുള്ള ബോണ്ടുകൾക്ക് എങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ് കിട്ടുക, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ? അതിന് ഉദാഹരണമാണ് ഇപ്പൊ ട്രഷറി ബില്ല്. ഓക്കെ, ട്രഷറി ബില്ലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, അത് നമുക്കൊരു ഫേസ് വാല്യൂ ഉണ്ടാവും. സപ്പോസ് ഇപ്പം 1000 രൂപയ്ക്കാണ് അത് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് അത് 1000 രൂപ എന്ന് പറയുന്നതാണ് അതിന്റെ ഫേസ് വാല്യൂ. ഓക്കെ, അപ്പം 950 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ട്രഷറി ബില്ല് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് എത്ര വർഷത്തേക്കാണ്, ഇപ്പം സപ്പോസ് ഒരു 3 വർഷത്തേക്കാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം ഈ ട്രഷറി ബില്ല് അദ്ദേഹത്തിന് റീപേ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് മുഴുവനായിട്ടും ഈ 1000 രൂപ തന്നെ അദ്ദേഹത്തിന് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ അദ്ദേഹത്തിന് എന്താണ് ലാഭം, 950 രൂപ കൊടുത്തിട്ട് ഈ 1000 രൂപ കിട്ടി. ഓക്കെ, അപ്പം 50 രൂപ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് അദ്ദേഹത്തിന്റെ ലാഭം എന്ന് പറയുന്നത്. റൈറ്റ്, അതല്ലാതെ ഈ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഈ 950 രൂപയ്ക്ക് ഗവൺമെന്റ് ഒരു ഇൻട്രസ്റ്റും അദ്ദേഹത്തിന് പേ ചെയ്യുന്നില്ല. റൈറ്റ്, പകരം എന്താ ചെയ്യുന്നത്, അത് അതിന്റെ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഈ 50 രൂപ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ്, അതായത് മുഴുവനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സീറോ കൂപ്പൺ ബോണ്ടിന്റെ ഒരു ഉദാഹരണമാണ് ട്രഷറി ബില്ല്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, third one. In the context of Indian economy, non-financial debt includes which of the following? Non-financial debt എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്, അതായത് ഇൻഡിവിജ്വൽസ് ഒക്കെ, പിന്നെ ഗവൺമെന്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ഫിംസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ്, ഇത്രയും ആളുകൾ
ഇത്രയും ആളുകൾ പണം ഡെപ്റ്റ് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആരായിരിക്കും സ്വീകരിക്കുക? അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്കുകൾ തമ്മിലുള്ള ഡെപ്റ്റ് സ്വീകരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ചോദ്യം. ഒന്നാമത്തേത് ഹൗസിംഗ് ലോൺസ് ഓൾഡ് ബൈ ഹൗസ് ഹോൾഡ്സ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൗസ് ഹോൾഡ്സ് എന്ന്. ഹൗസ് ഹോൾഡ്സ് ആണെങ്കിൽ അതിൽ ഏതിലായിരിക്കും ഉൾപ്പെടുക? നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തേതുണ്ട്. സെക്കൻഡ് വൺ, എമൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ആരാ ഉപയോഗിക്കുക? ഇൻഡിവിജ്വൽസ്. അത് ഇതിൽപ്പെടും, ഈ ഹൗസ് ഹോൾഡിൽ പെടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ഉൾപ്പെട്ടിട്ടുണ്ട്. ട്രഷറി ബിൽസ്. ട്രഷറി ബിൽസ് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? അത് ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതും നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് മൂന്നും നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ഡെപ്റ്റിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ RBIയിൽ നിന്ന് ബാങ്കുകൾ പണം കടമാകുന്നത് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ ആണ് പെടുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു കോർപ്പറേറ്റ് ഫെയിം അവര് കോർപ്പറേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതും ഈ നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കാരണം അതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ കോർപ്പറേറ്റ്സ് ആണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഓപ്ഷനിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതും ഇതിൽ പെടും, നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ പെടും. ഓക്കെ, ആ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്ക് ആണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ പെടും. ഓക്കെ, ഇവിടെ ഞാൻ 3 കാറ്റഗറി പറഞ്ഞു. ആ 3 കാറ്റഗറിയിൽ പെടാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ബോണ്ട് ഇറക്കുകയാണെങ്കിലോ അവരുടേത് ഏതിൽ പെടും? അത് ഫിനാൻഷ്യൽ ഡെപ്റ്റിൽ പെടും. ഓക്കെ, അപ്പൊ അതാണ് ആ ഫിനാൻഷ്യൽ ഡെപ്റ്റും നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഫോർത്ത് വൺ, if another global financial crisis happens in the near future, which of the following actions or policies are most likely to give some immunity to India? ചോദ്യം, സമീപ ഭാവിയിൽ മറ്റൊരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ പോളിസികളാണ് ഇന്ത്യക്കൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുക എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, നോ ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ്. ശരിയല്ലേ? ഇവിടെ എന്താണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം? ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്? ആ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസുമായിട്ടുള്ള നമ്മുടെ ലിങ്കേജ് കുറവായിരിക്കണം. ഓക്കെ, എത്രത്തോളം നമ്മൾ സ്ട്രോങ് ലിങ്കേജിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മളെയും ഈ ക്രൈസിസ് ബാധിക്കും. ഓക്കെ, നമ്മളിപ്പം സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്, നമുക്ക് ആ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസുമായിട്ട് അത്ര ഓവർലാപ്പിംഗ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, പുറത്ത് എന്ത് സംഭവിച്ചാലും നമ്മുടെ എക്കോണമിനെ അത് ബാധിക്കാതെ നിൽക്കും. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോ ഡിപ്പെൻഡിങ് ഓൺ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ്. ഫോറിൻ ബോറോയിങ്സിനെ നമ്മൾ അധികം ആശ്രയിക്കുന്നില്ല ഷോർട്ട് ടൈമിൽ, പ്രത്യേകിച്ച് ഷോർട്ട് ടൈമിൽ. അത് ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കും. എന്തിന്? നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകാം. എന്തിനെതിരെ? ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഈ ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സ് നമുക്കില്ല എങ്കിൽ. ഓക്കെ, എങ്ങനെയാണ്? ഇപ്പൊ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? എന്താ? അത് ഷോർട്ട് ടൈമിൽ ആയതുകൊണ്ട് നമ്മൾ ആ പണം തിരിച്ചടക്കേണ്ടി വരുമ്പോൾ എന്താണ്? അത് ഫോറിൻ കറൻസിയിലായിരിക്കും നമ്മൾ അടക്കേണ്ടി വരിക. അപ്പൊ ഫോറിൻ കറൻസിയുടെ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കറൻസി എന്ത് ചെയ്യും? വീണ്ടും ഡിപ്രിഷിയേറ്റ് ചെയ്യും. ഇന്ത്യൻ കറൻസി വീണ്ടും വീക്ക് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ട് ടൈം ഫോറിൻ ബോറോയിങ്സിൽ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, ഓപ്പണിംഗ് അപ്പ് ടു മോർ ഫോറിൻ ബാങ്ക്സ്. റൈറ്റ്, അപ്പം ഇത് ശരിയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും തെറ്റാണെന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഫോറിൻ ബാങ്ക്സിനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കുക? അവിടെ ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഈ ഫോറിൻ ബാങ്ക്സുകൾ ഡിഫോൾട്ട് ആയി പോവാം. ഓക്കെ, അങ്ങനെ ഡിഫോൾട്ട് ആയി പോയി കഴിഞ്ഞാൽ എന്താ, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടാം. ഓക്കെ, അതല്ല ഇനിയിപ്പോ ഫോറിൻ ബാങ്ക്സിൽ നമ്മൾ ഇങ്ങോട്ട് ലോൺ സ്വീകരിച്ചിട്ടാണെങ്കിൽ എന്താ സംഭവം? ആ ലോണുകളെല്ലാം നമുക്ക് തിരിച്ചടക്കേണ്ടി വരും. ഓക്കെ, തിരിച്ചടക്കുമ്പോൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഉണ്ടാവും. റൈറ്റ്, എങ്ങനെയാണെങ്കിൽ പോലും ഫോറിൻ ബാങ്ക്സിൽ ഒരു ഫോറിൻ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് ലിങ്കേജ് ഉണ്ടാവാതിരിക്കുന്നതാണ് ഇപ്പം ഗ്ലോബൽ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത്. തേർഡ് വൺ, മെയിൻറ്റെയിനിങ് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി?
ഇന്ത്യക്ക് ഇപ്പം നിലവിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി, അതായത് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഉണ്ടോ? നിലവിൽ നമുക്ക് ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഇല്ല. കാരണം എന്താ? കാരണം ഇതാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പാർഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് ഫുൾ കൺവേർട്ടബിലിറ്റി ഉണ്ട്. എന്താ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു ഫോറിൻ കറൻസി ആയിട്ട് നമുക്ക് ഫുൾ കൺവേർട്ടബിലിറ്റി പറ്റത്തില്ല. റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഉദാഹരണത്തിന് ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം ഏതെങ്കിലും ഒരു ഫോറിൻ സിറ്റിസൺ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒരു $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കും. ഈ $1 ബില്യൺ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് അദ്ദേഹം ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പെടുന്നതാണ്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇറക്കപ്പെടുന്നു, കറന്റ് അക്കൗണ്ടിൽ ഇറക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ മാത്രമേ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം എന്ന ധാരണയിലാണ് നമ്മൾ ഇത് പറഞ്ഞു പോകുന്നത്. ഇപ്പം ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഈ ഐറ്റത്തിന് എന്ത് സംഭവിക്കും? ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഈ പണം പെട്ടെന്ന് പിൻവലിക്കപ്പെടാം, ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കപ്പെടാം. അപ്പം ഇത്രയും ഡോളർ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് പുറത്തേക്ക് സക്ക് ചെയ്ത് മാറ്റുമ്പോൾ അത് ഇന്ത്യൻ എക്കോണമിയുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിനെ അത് സാരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ എക്കോണമി മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ആയി പോകും. ഇതിപ്പോ ഒരാൾ മാത്രമല്ല, അപ്പം ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറുകൾ പുറത്തേക്ക് പെട്ടെന്ന് ഒരു ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്കോണമിനെ മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യും. അങ്ങനെ മുഴുവനായിട്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം കൺവേർട്ട് ചെയ്ത് ഫോറിൻ കറൻസിയിലൂടെ കൺവേർട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ഫുള്ളി അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് ടാക്സുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകൾ ഉപയോഗിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ലോക്ക് ഇൻ പീരീഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പല മാർഗത്തിലൂടെ നമ്മൾ പാർഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒറ്റയടിക്ക് ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? നമ്മൾ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ലഭിക്കണമെങ്കിൽ ഫുൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, പാർഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റൈറ്റ്, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ A 1 only. Fifth one, if you withdraw rupees 1 lakh in cash from your demand deposit account at your bank, the immediate effect on aggregate money supply in the economy will be. അതെന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പെട്ടെന്ന് പിൻവലിക്കുകയാണെങ്കിൽ എക്കോണമിയുടെ അഗ്രിഗേറ്റ് മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിപ്പം കൂടുതൽ ക്ലാസ് ആണെങ്കിൽ അത് നമുക്ക് M1, M2, M3 ഒക്കെ വെച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഐറ്റംസും M1 ആൻഡ് M3 അത് രണ്ടും എന്താണ് ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കൂടിയ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ അത് മണി സപ്ലൈ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ആൻസർ. പക്ഷെ ഇപ്പം നമുക്കൊരു കോമൺ സെൻസ് വെച്ച് പറയാൻ അതിനല്ലേ ഇവിടെ സമയമുള്ളൂ. അപ്പം എന്താണ്, ഇവിടെ മണി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മണി സപ്ലൈ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവുന്നില്ല. അപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫോമിൽ നിന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോമിലേക്ക് മണി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ പുതിയ മണി ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ മണി സപ്ലൈ മാറ്റം ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അത് സ്പെൻഡ് ചെയ്താൽ അഗ്രിഗേറ്റ് മണി സപ്ലൈ കൂടില്ലേ എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ വരുന്ന സംശയം. പക്ഷെ അവിടെ മണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തുമാത്രം സംഭവിക്കുന്നുള്ളൂ? മണിയുടെ സർക്കുലേഷനിലെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ മണി സർക്കുലേഷനിൽ വ്യത്യാസം വരും, പക്ഷെ പുതിയ മണി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് മണി സപ്ലൈ അഗ്രിഗേറ്റ് മണി സപ്ലൈയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഈ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മണിയുടെ വെലോസിറ്റി കൂടുമെന്നും കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതല്ലാതെ എന്ത് സംഭവിച്ചാലും മണിയുടെ ഫോമിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. Sixth one, along with the budget,
The finance minister also places other documents before the parliament, which include the macroeconomic framework statement. The aforesaid document is presented because this is mandated by. Okay. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്റിന്റെ കൂടെ ഫിനാൻസ് മിനിസ്റ്റർ മറ്റു ചില ഡോക്യുമെന്റ്സ് കൂടി പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അതിലൊന്നാണ് എന്ത്? ദ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്. ഇത് ഉൾപ്പെടെ മറ്റു ചില സ്റ്റേറ്റ്മെന്റുകൾ ഡോക്യുമെന്റ്സ് കൂടി പാർലമെന്റിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന്റെ കൂടെ ഇപ്പം മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പല ഡോക്യുമെന്റ്സ് മറ്റു ചില ഡോക്യുമെന്റ്സ് കൂടി പാർലമെന്റിന് മുമ്പാകെ ഫിനാൻസ് മിനിസ്റ്റർ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ലോങ് സ്റ്റാൻഡിംഗ് പാർലമെന്ററി കൺവെൻഷൻ, അതായത് ഒരു വളരെ കാലമായിട്ടുള്ള ഒരു പാർലമെന്ററി കീഴ്വഴക്കം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഡോക്യുമെന്റുകളൊക്കെ നമ്മൾ പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. ശരിയാണോ? നോക്കാം. ഓപ്ഷൻ ബി പറയുന്നത് ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 110 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ പോളിറ്റി പഠിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് അറിയാം എന്താണ് ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പോളിറ്റി പഠിച്ചിട്ടുള്ളതുകൊണ്ട്. റൈറ്റ്. കാരണം എന്താ? ആർട്ടിക്കിൾ 112 പറയുന്നത് എന്താ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബഡ്ജറ്റിനെ കുറിച്ച്. ഓക്കെ, ആർട്ടിക്കിൾ 110 ഏതാ പറയുന്നത്? നമ്മുടെ ഫിനാൻസ് ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ടിലും എന്താണ് മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ആർട്ടിക്കിൾ 113 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടോ? പോളിറ്റി പഠിച്ചു വന്ന ഒരാൾക്ക് അറിയാം എന്താണ് ആർട്ടിക്കിൾ 113 ഇങ്ങനെ ഒരു മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. റൈറ്റ്. പോളിറ്റി പഠിച്ച ഒരാൾക്ക് ഈ രണ്ട് ഓപ്ഷൻസും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? പ്രൊവിഷൻസ് ഓഫ് ദ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003, അതായത് FRBM ആക്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് കൂടി നമ്മുടെ ബഡ്ജറ്റിനൊപ്പം പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ്. ഓക്കെ, അപ്പം ഇനി മിച്ചമുള്ള രണ്ട് ഓപ്ഷൻസ് ഒന്ന് എയും ഒന്ന് ഡിയും ആണ്. എ നോക്കൂ, ലോങ് സ്റ്റാൻഡിംഗ് പാർലമെന്ററി കൺവെൻഷൻ. ഓപ്ഷൻ ഡി നോക്കൂ, FRBM ആക്ട്. ഇതിൽ ഏതാണ് കൂടുതൽ സാധ്യതയായിട്ട് വരുന്നത്? മുമ്പൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ ഞാൻ പറഞ്ഞത്, അതിൽ ഏതിനാണ് എക്കണോമിക് കണ്ടന്റ് കൂടുതലുള്ളത് നോക്കണം. ഓക്കെ, ഇതിൽ ഏതിനാണ് കൂടുതൽ? ഇപ്പൊ ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുള്ളൂ, അങ്ങനെ ഒരു പാർലമെന്ററി കീഴ്വഴക്കം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഓപ്ഷൻ ഡിയിൽ നോക്കിയാലോ, ഇവിടെ ഒരു ആർട്ടിക്കുലേറ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഒരു പ്രത്യേക ആക്ടിന്റെ പേരെടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിന്റെ പേരെടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതിനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും എക്കണോമിക് കണ്ടന്റ് ഉള്ള സ്റ്റേറ്റ്മെന്റിനാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. FRBM ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും അതിനൊപ്പം മറ്റ് ഡോക്യുമെന്റ്സും ബഡ്ജറ്റിനൊപ്പം പാർലമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, 7th one. Under the Kisan Credit Card Scheme, short-term credit support is given to farmers for which of the following purpose? Okay, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ മെയിൻ്റെനൻസ് ഓഫ് ഫാം അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ഏത് കാലത്തേക്കാണ് വേണ്ടത്? അത് ഷോർട്ട് ടൈമിലേക്കാണ് വേണ്ടത്. മെയിൻ്റെനൻസിനൊക്കെ വേണ്ടത് എന്താ? ഷോർട്ട് ടൈമിലേക്കാണ് ഫണ്ട് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടും. സെക്കൻഡ് വൺ, പർച്ചേസ് ഓഫ് കമ്പൈൻ ഹാർവസ്റ്റേഴ്സ്, ട്രാക്ടേഴ്സ് ആൻഡ് മിനി ട്രക്സ്. ഇതൊക്കെ എന്താ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകളാണ്. ട്രാക്ടർ വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈമിലേക്ക് പറ്റുമോ? ഇല്ല, അത് ലോങ് ടൈമിലേക്ക് പറ്റത്തുള്ളൂ. ലോങ് ടേം വേണ്ടിയിട്ടുള്ള ഡെപ്റ്റ് കൊടുക്കാനായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കോ? ഇല്ല, അത് ഷോർട്ട് ടൈമിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല. തേർഡ് വൺ, കൺസംഷൻ റിക്വയർമെന്റ്സ് ഓഫ് ഫാം ഹൗസ് ഹോൾഡ്സ്. ഇതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ഫാർമേഴ്സിന്റെ കൺസംഷൻ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടും ഇവിടെ ക്രെഡിറ്റ് ലഭിക്കും എന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പ്രധാന ക്യാച്ച് എന്ന് പറയുന്നത്.
ഇതും ഷോർട്ട് ടൈമിലാണ്. ഇതിപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഇത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ നോക്കിയാൽ മതി. എന്താണ് ഇപ്പൊ കൺസംഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ്, ഇതൊന്നും ലോങ് ടൈമിലേക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഫുഡൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഷോർട്ട് ടൈം ആക്ടിവിറ്റീസ് ആണ്. കാരണം എന്താ, ഈ ഫാർമേഴ്സിന്റെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ സീസണൽ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഹാർവസ്റ്റ് നടക്കുമ്പോൾ മാത്രമേ അവർക്ക് ഇൻകം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്? അവർക്ക് ഈ സീസണൽ ആയിട്ടുള്ള സമയത്ത് ലഭിക്കുന്ന ഇൻകം കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കൺസംഷൻ നീഡ്സ് ഉണ്ടല്ലോ, അതായത് ഹാർവസ്റ്റ് ഇല്ലാത്ത സമയത്ത് അവർക്ക് മീറ്റ് ചെയ്യേണ്ട കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ്, അതിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. അത് ഒരു ഷോർട്ട് ടൈം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫോർത്ത് വൺ, പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസസ്. അത് ഷോർട്ട് ടൈം ആണ്. ഉദാഹരണത്തിന് സ്റ്റോറേജ്, അതൊരെന്താണ്, ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പം അത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടതാണ്. അത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ഹൗസ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് വില്ലേജ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഇതെന്താണ്, ട്രാക്ടറൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ഇത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതെന്തായിരിക്കും, അത് ലോങ് ടൈമിലേക്കായിരിക്കും. ലോങ് ടൈമിലേക്കുള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കുമോ? ഇല്ല. അത് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ എന്താണ് 1, 3 and 4. 1, 3 and 4 വരുന്നത് ഓപ്ഷൻ ബി. 8th one, consider the following statements. The weightage of food in consumer price index is higher than that in wholesale price index. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെയും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെയും കുറിച്ചാണ് ചോദ്യം. ഇത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കിന് കീഴിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്, ഫുഡ് ഐറ്റംസിന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലാണോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലാണോ വെയിറ്റേജ് കൂടുതലാണ്. ഇത് ഇൻഫ്ലേഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന 2 ഇൻഡിസസ് ആണ്. ഓക്കെ, ഇതിനിപ്പം പല കാറ്റഗറികളുണ്ട്, ഇതിനുള്ളിൽ പല കാറ്റഗറി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഓരോ കാറ്റഗറി ഐറ്റംസിനും ഓരോ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഫുഡ് എന്ന് പറയുന്ന ഐറ്റത്തിന് CPI-യിലാണ് വെയിറ്റേജ് കൂടുതൽ, ഇതിനേക്കാളും WPI-യേക്കാളും. അത് ശരിയാണ്. കാരണം എന്താ, ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ കൺസ്യൂമർ, ഇപ്പം ഡയറക്ട്ലി റിലേറ്റഡ് ടു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെ. ഇതാണെങ്കിലും ഇത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, സാധാരണ ഇൻഡിവിജ്വൽസ് ആയിട്ട് കൂടുതലും ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതാണ്, CPI ആണ്. ഓക്കെ, അപ്പം CPI-യിൽ ചിന്തിക്കുമ്പോൾ എന്താ, സാധാരണ ഇൻഡിവിജ്വൽസിന്റെ ബക്കറ്റിലെ പ്രധാന ഐറ്റം ആണെന്ത്, ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ CPI-യിലായിരിക്കും, കൺസ്യൂമേഴ്സിനെ നേരിട്ട് ബാധിക്കുന്ന CPI-യിലായിരിക്കും ഫുഡ് ഐറ്റംസിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് വൺ, the WPI does not capture changes in the prices of services which CPI does. ഓക്കെ, അത് ശരിയാണോ? അത് ശരിയാണ്. ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ തരാനായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. കാരണം ഇത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് മാത്രം പറയാനായിട്ടുള്ള സാഹചര്യം ഇപ്പൊ ഇവിടെ ഉള്ളൂ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, Reserve Bank of India has now adopted WPI as its key measure of inflation and to decide on changing the key policy rates. Okay, RBI അതിന്റെ കീ ഇൻഡെക്സ് ആയിട്ട് എടുത്തേക്കുന്ന ഏതാണ്, WPI ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് 2014 മാറി CPI. ഓക്കെ, നേരത്തെ WPI ആയിരുന്നു, ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 9th one, with reference to Indian economy after 1991 economic liberalization, consider the following statements. അതായത് LPGക്ക് ശേഷമുള്ള എക്കോണമിയെ സംബന്ധിച്ചാണ് ചോദ്യം. ഒന്നാമത്തേത്, വർക്കർ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ ഇൻക്രീസ്ഡ് ഇൻ അർബൻ ഏരിയാസ് വൈൽ ഇറ്റ് ഡിക്രീസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. ഇത് സാധാരണ നമ്മുടെ കോമൺ ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വർക്കർ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ അത് എന്തായിരിക്കണം,
അർബൻ ഏരിയാസിലാണെങ്കിലും റൂറൽ ഏരിയാസിലാണെങ്കിലും ഡ്യൂ ടു ദ ഹൈ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി, ഓക്കെ, ടെക്നോളജിയുടെ കൂടുതൽ അഡോപ്ഷൻ വന്നതുകൊണ്ട് വർക്കർ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ രണ്ട് സ്ഥലത്തും കൂടിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അർബൻ ഏരിയയിൽ കൂടിയിട്ടുണ്ട്, പക്ഷെ റൂറൽ ഏരിയയിൽ കുറഞ്ഞിട്ടാണുള്ളതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അർബൻ ഏരിയയിലായിരിക്കും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷെ റൂറൽ ഏരിയയിൽ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ട് സ്ഥലത്തും ടെക്നോളജിക്കൽ അഡോപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അർബൻ ഏരിയയിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും റൂറൽ ഏരിയയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Second one, the percentage share of rural areas in the workforce steadily increased. Percentage share of rural areas in the workforce steadily increased. അങ്ങനെ പറയാൻ സാധിക്കുമോ? പറ്റത്തില്ല. നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. കാരണം എന്താ, അർബൻ ഏരിയയിലാണോ റൂറൽ ഏരിയയിലാണോ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? തീർച്ചയായിട്ടും അർബൻ ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ ആയിരിക്കണം വർക്ക് ഫോഴ്സിൽ കൂടുതൽ പെർസെന്റേജ് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് വൺ, ഇൻ റൂറൽ ഏരിയാസ് ദ ഗ്രോത്ത് ഇൻ ദ നോൺ ഫാം എക്കോണമി ഇൻക്രീസ്ഡ്. റൂറൽ ഏരിയാസിൽ നോൺ ഫാം എക്കോണമിയുടെ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാവും. കാരണം എന്താ, എക്കോണമി ഡെവലപ്ഡ് ആവുന്നതനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈമറി സെക്ടറിനേക്കാളും കൂടുതൽ സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടറും വളരുകയും ഇവരുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയ്മെന്റിലും GDP-യിലേക്കുള്ള നോൺ ഫാം എക്കോണമിയുടെ കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർത്ത് വൺ, ദ ഗ്രോത്ത് റേറ്റ് ഇൻ റൂറൽ എംപ്ലോയ്മെന്റ് ഡിക്രീസ്ഡ്. റൂറൽ എംപ്ലോയ്മെന്റിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് ആണ്, ടോട്ടൽ ഫിഗർ അല്ല ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് തീർച്ചയായിട്ടും കുറയും. കാരണം എന്താ, അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അർബൻ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായതുകൊണ്ട് ഇവിടെയുള്ള എക്സസ് ലേബറിനെ ആര് അട്രാക്ട് ചെയ്യും? അർബൻ ഏരിയാസിലെ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ഗ്രോത്തിനേക്കാളും കൂടുതലായിരിക്കും എവിടെ? അർബൻ ഏരിയാസിൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ് കുറയും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റൈറ്റ്, അപ്പോ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 9th ഓപ്ഷൻ ബി, 3 and 4. 10th one, in India under cyber insurance for individuals, which of the following benefits are generally covered in addition to payment for the loss of funds and other benefit? സൈബർ ഇൻഷുറൻസിനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, സൈബർ ഇൻഷുറൻസിൽ കവർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, കോസ്റ്റ് ഓഫ് റിസ്റ്റോറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ കേസ് ഓഫ് മാൽവെയർ ഡിസ്ട്രക്ടിങ് ആക്സസ് ടു വൺസ് കമ്പ്യൂട്ടർ. അതായത് നമ്മൾ സിസ്റ്റം റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഇൻഷുറൻസ് കമ്പനി വഹിക്കും. അത് തന്നെയാണ് അതിന്റെ പ്രധാന ഐറ്റം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പറഞ്ഞിരിക്കുന്നതാണ് സൈബർ സെക്യൂരിറ്റി ഇൻഷുറൻസിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് എ ന്യൂ കമ്പ്യൂട്ടർ ഇഫ് സം miscreant willfully damages it if proved so. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ, നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ഫിസിക്കൽ ഡാമേജ് ആണ്. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങാനായിട്ടുള്ള കോസ്റ്റ് ആര് ബിയർ ചെയ്യുന്നതാണ്? ഇൻഷുറൻസ് കമ്പനി ബിയർ ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? ഇല്ല. നമുക്ക് തരുന്നത് നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലോസിന് മാത്രമേ സൈബർ ഇൻഷുറൻസിൽ ക്ലോസുകളുള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ഡാമേജ് കവർ ചെയ്യുന്നില്ല. തേർഡ് വൺ, കോസ്റ്റ് ഓഫ് ഹയറിംഗ് സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റ് ടു മിനിമൈസ് ദ ലോസ് ഇൻ കേസ് ഓഫ് സൈബർ എക്സ്ട്രോഷൻ. ഓക്കെ, ഇത് സൈബർ ഇൻഷുറൻസിന്റെ ഒരു പ്രധാന കേസാണ്. നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഈ സൈബർ ഇൻഷുറൻസിൽ കവർ ആയി പോകും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന ലോസ് കുറയ്ക്കാൻ വേണ്ടി, ഇപ്പം നമ്മുടെ സിസ്റ്റം ഹാക്കായിട്ട് അത് ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹത്തിനുള്ള കോസ്റ്റ് ആര് ബെയർ ചെയ്യും? നമ്മുടെ ഈ ഇൻഷുറൻസിൽ കവർ ആയി പോകും. ഇപ്പൊ നമുക്ക് സിസ്റ്റം റിസ്റ്റോറേഷന് വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് ഒക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ ആ റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഒരു നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു
റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ അതെല്ലാം പബ്ലിഷ് ആക്കി അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ റെപ്യൂട്ടേഷണൽ ഡാമേജ് റിസ്റ്റോർ ചെയ്യുന്നതിന് പോലും നമുക്ക് ഈ സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്യാനായിട്ട് ഈ സൈബർ ഇൻഷുറൻസിൽ ക്ലോസുകളുണ്ട്. ഓക്കെ, ഈ സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ക്ലോസ് ആണ്. അത് ശരിയാണ്. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് ഡിഫൻസ് ഇൻ കോർട്ട് ഓഫ് ലോ ഇഫ് എനി തേർഡ് പാർട്ടി ഫയൽസ് എ സൂട്ട്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവസി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തിയിട്ട് ഈ ഹാക്ക് ചെയ്ത ആള് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് മിസ്യൂസ് ചെയ്യുകയാണ്. ഇപ്പം അങ്ങനെ ഇപ്പം വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ട് അവരെന്തെങ്കിലും നഷ്ടം വരുത്തുകയും ആ തേർഡ് പാർട്ടി എന്താണ് ഹാക്കർക്കെതിരെ അല്ലെ, ഇപ്പം നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നഷ്ടം വന്നത്, നമുക്കെതിരെ എന്താണ് കോടതിയിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ കോടതിയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവും ഈ സൈബർ ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതും ശരിയാണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ 1, 3 and 4. 1, 3 and 4 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റൈറ്റ്. അപ്പോൾ 2020 ഫസ്റ്റ് പാർട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 10 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ വർഷത്തെയും മുൻപോട്ട് ചെല്ലുന്നതനുസരിച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അതിനനുബന്ധമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേംസ് എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് ക്ലാസ്സുകളിൽ മാത്രമേ ഇപ്പം നടക്കാറുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് പറഞ്ഞിപ്പം CPA, WPA അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറയാനായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ നമുക്കത് ക്ലാസ്സിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് നിങ്ങളെ വേണ്ട വിധത്തിൽ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.